നമ്മളെ ഫോണിന് എന്തായാലും ഒരു സ്ക്രീൻ ലോക്ക് ഉണ്ടാവും. ഒരു സ്ക്രീൻ ലോക്ക് അത് നമ്മളായിട്ട് അടുത്ത ആൾക്കാർക്കൊക്കെ, അടുത്ത് പരിചയമുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ പറയുന്നതായിരിക്കും ഇതിന് ഒരു സ്ക്രീൻ ലോക്ക് ഉണ്ട്. അപ്പോൾ ഈ സ്ക്രീൻ ലോക്ക് കൂടാണ്ട് നമുക്ക് ഫോണിന് ഒരു എക്സ്ട്രാ സെക്യൂരിറ്റി. ഇപ്പൊ നോക്കിക്കോ, ഞാൻ ഇപ്പൊ സ്ക്രീൻ ലോക്ക് അടിച്ചാലും ഫോൺ ഓപ്പൺ ആകില്ല. ഇവിടെ എങ്ങനെയാ വരിക? ഇതിലൊരു ലോക്ക് ഞാൻ സെറ്റ് ചെയ്തിരിക്കും, പക്ഷെ അത് തെറ്റായിട്ട് അടിച്ചാൽ ഓപ്പൺ ആകില്ല. ഈ ലോക്ക് കൂടി എൻ്റർ ചെയ്താലാണ് നമുക്ക് ഫോൺ ഓപ്പൺ ആക്കാനാവും. അടിപൊളിയല്ലേ? ഫോണിന് ഒരു എക്സ്ട്രാ സെക്യൂരിറ്റി. മറ്റാരും നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരായാലും പരിചയമുള്ള ആൾക്കാരായാലും മറ്റാരും നമ്മളെ ഫോൺ തുറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ സെക്യൂരിറ്റി ഇതും കൂടി എൻ്റർ ചെയ്താലാണ് ഫോൺ ഓപ്പൺ ചെയ്യാനാവും. അതെങ്ങനെ? ഇത് തെറ്റായിട്ട് അടിച്ചാൽ ഓപ്പൺ ആകില്ല കേട്ടോ. ഞാനിപ്പോൾ ശരിയായ പാസ്വേഡ് അടിച്ച് ഓപ്പൺ ചെയ്ത് എങ്ങനെ ഇത് സെറ്റ് ചെയ്യുക? ഇതിന് നോക്ക് ലോക്ക് സ്ക്രീൻ ലോക്ക് എന്ന് പറയുന്ന ചെറിയൊരു സ്ക്രീൻ ലോക്ക് ആപ്ലിക്കേഷൻ വേണം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമുക്ക് എങ്ങനെ ഇത് സെറ്റ് ചെയ്യാൻ നോക്കുക. നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ 1-2 പെർമിഷൻ കൊടുക്കണം. അത് അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് ഏറ്റവും മേലെ സെക്യൂരിറ്റി ഓൺ ഓഫ് എന്നുള്ള ഒരു ബട്ടൺ ഉണ്ടാവും. അതൊന്ന് ഓൺ ആക്കുക. അത് ഓൺ ആക്കുന്നതിന് ഇങ്ങനെ വരിക. ഇവിടെ 4 കള്ളിയിൽ 4 കളറ്. ഇതാണ് നമ്മളെ ലോക്ക്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേണിൽ ലോക്ക് സെറ്റ് ചെയ്യുക. ഞാനിപ്പോ ഒന്നിത് സെറ്റ് ചെയ്ത്. ഇത് എങ്ങനെയാ സെറ്റ് ചെയ്തതെന്ന് വേണമെങ്കിൽ ഇവിടെ ഞെക്കിയാൽ അത് കാണാം. DCAB ആൽഫബറ്റിക് ക്രമത്തിൽ. അതിനുശേഷം സേവ് കൊടുക്കുക. സേവ് കൊടുത്താൽ ഒന്നുകൂടി അത് കൺഫേം ചെയ്യുക. അതിനുശേഷം ഇവിടെ വരുന്ന ഇതിൽ നോ കൊടുക്കുക. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇവിടെ ചേഞ്ച് വാൾപേപ്പർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് വാൾപേപ്പർ നമുക്ക് മാറ്റാം. ഈ വാൾപേപ്പർ നമുക്ക് ഇഷ്ടമുള്ളൊരു വാൾപേപ്പർ സെറ്റ് ചെയ്യാം. പോരെങ്കിൽ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ ഗാലറി എന്നുള്ള വാൾപേപ്പർ കൊടുക്കാം. അതുകൂടാണ്ട് നമ്മൾ സെറ്റ് ചെയ്ത ലോക്ക് മാറ്റണമെങ്കിൽ, പാസ്വേഡ് മാറ്റണമെങ്കിൽ ഇവിടുന്ന് പാസ്വേഡ് മാറ്റാം. ഇത്രയും ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. പിന്നെ നമ്മൾ ഓരോ പ്രാവശ്യവും ഫോണ് ഓപ്പൺ ചെയ്യുന്നേരം നമ്മളെ ആ സ്ക്രീൻ ലോക്ക് കൂടാണ്ട് ഈ ലോക്ക് കൂടി എൻ്റർ ചെയ്താലാണ് നമുക്ക് ഫോൺ ഓപ്പൺ ആവും. അടിപൊളിയല്ലേ? ഉപകാരം തോന്നിക്കേണ്ട ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കൊടുക്കുക. നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.